നമുക്ക് ഇന്ന് പൽക്കാലം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ചിന്ത തന്നത്, അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതിന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഴ്ത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ. മതി. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി സത്യസുവിശേഷത്തെ നമ്മൾ അറിയാതെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അറിഞ്ഞിട്ടും അറിയാതെ നടന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ, അവൻ ദൈവമായിരിക്കെ തന്നെ അവൻ മനുഷ്യനോടുള്ള സദൃശം ആയിട്ട് തീർന്നു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, എന്നാൽ മറിയ എന്നുള്ള ആ കന്യയിലൂടെ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് ജനിക്കപ്പെട്ടു. വളർന്ന് 33 വർഷം ഈ ലോകത്ത് ജീവിച്ചു. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം, യഹൂദന്മാരാൽ പിടിച്ചു ക്രൂശിക്കപ്പെട്ട് മരിച്ചു. നമുക്ക് വേണ്ടി അനേക പാടുകൾ ചെയ്ത്, എന്നാൽ സഹിച്ച് ഒക്കെയായിട്ട് പോയിട്ട് അതിനുശേഷം പലരും മരിച്ചു, അടക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 40 ദിവസത്തോളം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്. ആ സമയത്ത് പറയുന്ന കാര്യമാണ്, ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ടത് പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ, ദൈവം കൽപ്പിച്ചു കൊടുത്ത വാഗ്ദത്തം, കാരണം സുവിശേഷങ്ങളിലൊക്കെ അനേക സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ് ശിഷ്യന്മാരോടും കൂടെ അനേക പുരുഷന്മാർ, ഗലീലിയ പുരുഷന്മാരും ഒക്കെയായിട്ട് കടൽ തീരത്തും വഴി യാത്രകളിലും ഒക്കെ ഇരിക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ വചനത്തെ, ദൈവം താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നെന്നുള്ള സുവിശേഷത്തെ അറിയിക്കുന്ന സമയത്തൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പിതാവിൻ്റെ വാഗ്ദത്തം. അത് എന്താണ് വാഗ്ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പരിശുദ്ധാത്മാവിനെ. കാരണം നമുക്ക് തനിയെ ജീവിക്കാൻ കഴിയത്തില്ല. യേശുവിനോട് കൂടെ, നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കുന്ന കാലം മാത്രമേ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കത്തുള്ളൂ. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴായ്മയ്ക്ക് ഒരു കുറവും സംഭവിക്കത്തില്ല. അതുകൊണ്ട് മണവാളൻ നിങ്ങളെ വിട്ടുപോയാൽ നിങ്ങൾക്ക് ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഈ സമയത്തൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് വേണ്ടതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ് എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഇടപെടുന്നവരാണ്. ജോലിയിലാകട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ടവരോടാകട്ടെ, നമ്മുടെ കൂട്ടുകാരോടാകട്ടെ, ഇങ്ങനെ പല വിഷയത്തിൽ നാം ഇടപെടുന്ന വ്യക്തികളാണ്. എന്നാൽ നമ്മൾ എടുത്തുചാട്ടക്കാരും കൂടെയാണ്. ചില സമയത്തൊക്കെ നമ്മൾ പത്രോസിന്റെ സ്വഭാവമൊക്കെ കാണിച്ചു കളയും, എടുത്തുചാട്ടമൊക്കെ ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്ത് ചെയ്യുന്നു? ഇതൊന്നും അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കാറുണ്ട്, എന്നാൽ ചിലതിന് നമ്മൾ കാത്തിരിക്കാറില്ല. എടുത്തുചാട്ടമാണ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഉടനെ തന്നെ നമ്മൾ മറുപടി ഉടനെ തന്നെ അറ്റൻ ടൈമിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതൊക്കെ ചെയ്യുമ്പോൾ
ആ എടുത്തുചാട്ടത്തിലൂടെ പറയുമ്പോൾ, പരിജ്ഞാനമില്ലാതെ നാം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടി കൃപ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ജ്വലിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വളരാൻ കഴിയത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഒരിടത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, എന്നാ, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും, പ്രത്യാശ എന്താണ് ചെയ്യുന്നത്? ഉളവാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവ സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എന്ത് ചെയ്യണം? പ്രത്യാശയുള്ളവരായിരിക്കണം, കാത്തിരിക്കുന്നവരായിരിക്കണം. പെട്ടെന്ന് നമുക്ക് ചില ചിന്തകളൊക്കെ നമുക്ക് കൊണ്ടുവരും. അത് കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, പിശാച് കൊണ്ടുവരുന്ന ചില ചിന്തകളാണ്. സാത്താന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. കാരണം കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, ബലപ്പെട്ട് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ആദ്യം പരീക്ഷിക്കപ്പെടുന്ന ആരാലാണ്? പിശാചിനാലാണ്. അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതിനെ അപ്പമാക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവിന് അവിടെ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി മത്തായി എഴുതിയ സുവിശേഷത്തിന് അത് കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? വചനം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിലെ പറഞ്ഞത്, വചനം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മൾ അറിയാത്തതും നമ്മൾ ചിന്തിക്കാത്തതുമുള്ള നമ്മുടെ വാക്കുകളിലൂടെയോ ഏതെങ്കിലും പ്രവൃത്തികളിലൂടെയോ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയാണ് നികത്തേണ്ടത്, നിരപ്പ് വരുത്തേണ്ടത് എന്നുള്ളത് നോക്കി നമ്മൾ നിരപ്പ് വരുത്തുക തന്നെ ചെയ്യണം. അതല്ലാതെ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു പണ്ട്, അദ്ദേഹം ഡേവിസ് എന്നാണ് പുള്ളിയുടെ പേര്, മരിച്ചുപോയി കേട്ടോ. നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണു മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു വണ്ടി ഓടിച്ച്, വലിയ ട്രെയിലർ ഓടിക്കുന്ന ആളാണ്, പോയി ഡീസൽ ഇറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അദ്ദേഹം എന്നെ ആദിമകാലങ്ങളിൽ ദൈവസഭയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ്. അദ്ദേഹത്തിന്റെ മക്കളും വൈഫും ഞാനുമായിരിക്കും. ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പുള്ളി എന്നോട് പറയുന്ന ഡയലോഗാണ്, ഇന്ന് മറ്റേ പാസ്റ്റർ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ പറയും, ദൈവചേട്ടാ അങ്ങനെ അല്ല സംഭവം, ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്, ആരെയും ഉദ്ദേശിച്ചിട്ടല്ല. ദൈവചേട്ടന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അവിടെ നിരപ്പ് പ്രാപിച്ചോണം. അതാണ് അതിന്റെ കാര്യം. ഇതുപോലെ അത് എൻ്റെ നേരിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ അത് ഇരുവായ്ത്തല മൂർച്ചയുള്ള വചനമാണ്. നമ്മൾ ആരെയും ഉദ്ദേശിച്ചിട്ട് പ്രസംഗിക്കാൻ പാടില്ല. ഒരാളുടെ ഒരു കാര്യം മനസ്സിൽ കണ്ടുവച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തോ നമുക്ക് പ്രസംഗിക്കാൻ പാടില്ല. എന്നാൽ അത് രണ്ട് തലത്തിലും വെട്ടും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നാം കൊടുക്കുമ്പോൾ അത് എവിടെയാണ് നമ്മുടെ പോരായ്മ, അതാണ് നമ്മൾ നികത്തേണ്ടത്. ഇതുപോലെയാണ് ഇവിടെ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? കാത്തിരുന്നിട്ട് ഈ കാത്തിരിപ്പിന്റെ സമയത്ത്, കാരണം എന്തുകൊണ്ടാണ് അത് പറയുന്നത് പറഞ്ഞാൽ താഴത്തെ വാക്യം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രം പോരാ, ആ കൂട്ടത്തിൽ നമുക്ക് മുന്നോട്ട് നമ്മെ നയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു ശക്തി നമുക്ക് വേണം. ഈ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ആണ് എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവില്ലാത്ത സഭയില് എന്താ പറയുക, ജനം മര്യാദ കെട്ട് വഴിവിട്ട് നടക്കാനിടയായിത്തീരും. അങ്ങനെ ഉള്ള സഭകളും ഉണ്ട്. കാരണം വർഷ അവസാനം ആകുമ്പോൾ അവർ ഈ സ്വോത്ര കാഴ്ച കൊടുത്തതും അതുപോലെ തന്നെ ദശാംശം കൊടുത്തതും അതുപോലെ തന്നെ അവരുടെ വരുമാനത്തിൽ നിന്ന്, പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്നുള്ള ഇതൊക്കെ കൊടുത്തതും ഒക്കെ അവിടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോരുത്തരുടെ വ്യക്തികളുടെ പേര് പറഞ്ഞാണ്
ഇത് ചെയ്യുന്നത്, ഇന്ന വീട്ടിൽ നിന്നെ തന്നെന്ന്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റാണ്. കാരണം സാധാരണക്കാരൻ കുറച്ചല്ലേ കൊടുക്കത്തുള്ളൂ, എന്നാൽ ഒരുപാടുള്ളവൻ കൂടുതൽ കൊടുക്കുമായിരിക്കും. പക്ഷെ അതൊന്നും പബ്ലിസിറ്റി ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ അതൊക്കെ അവര് എന്ത് ചെയ്യണം, അത് ദൈവനാമത്തിൽ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ ഇവര് ഈ ലോകപ്രകാരം പോലെ യേശു ആലയത്തിലേക്ക് ആലയത്തെ ഇവരെന്ത് ചെയ്തു, ഇവര് വ്യാപാരശാലയാക്കി. അപ്പം യേശു ചാട്ടവാറെടുത്ത് അടി കൊടുത്തു, അടിച്ചു ഓടിച്ച് എല്ലാത്തിനെയും. എന്നാൽ ഇവരെന്താ ചെയ്യുന്നത്, ലേലം വിളിക്കും. അവിടെ സാധനങ്ങളെ കൊണ്ടുവച്ചിട്ട് ലേലം വിളിക്കും. അവസാനം വിളിച്ച് അടി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. ഇതേ യുഎഇയുടെ പട്ടണത്തിലും അതേ സംഭവങ്ങളൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ ദുഃഖകരമായ കാര്യമാണ്. ദൈവസഭയ്ക്കകത്ത് ഇടർച്ചയുടെ കലഹത്തിന്റെ ആത്മാവല്ല ദൈവസഭ. ദൈവസഭ എന്നുള്ളത് സത്യത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ സഭ. എന്നിട്ട് പറയാണ്, യേശു തന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ തനിയെ ഒന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ പോവുകയാണ്. ഇനി ഏറിയ നാൾ വരെ കൂടുതൽ ദിവസങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇല്ല. ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് ദിവസങ്ങളൊന്നും നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് വരും? കാര്യസ്ഥൻ വരും. നിങ്ങളെ നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. സഭയെ നടത്താനായിട്ട് ഒരു ദൈവദാസൻ ഉള്ളതുപോലെ, കുടുംബത്തെ നടത്താൻ വേണ്ടി ഗൃഹനാഥൻ ഉള്ളതുപോലെ, നമുക്ക് എന്താണ് ഒരു കമ്പനി നടത്താനായിട്ട് ഒരു ഓണർ ഉള്ളതുപോലെ, നമുക്ക് പല മേഖലയിലും നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. പക്ഷേ എന്തു വേണം? കാര്യസ്ഥൻ കൂടെ വേണം. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാ? പരിശുദ്ധാത്മാവാണ്. അത് ഈ കാര്യസ്ഥനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മെ എന്ത് ചെയ്യും? വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വായിക്കാം, അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേൽ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാണ്. ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്ന അല്ല. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പുള്ളി ഇതൊന്ന് വിലയ്ക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ചതാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും വിലയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് എന്ത് ചെയ്യണം? നാം തന്നെ പ്രാപിച്ചെടുക്കേണ്ട കാര്യമാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് എന്ത് ചെയ്യണം? പ്രാപിക്കണം. അത് ഇരുന്ന് മുട്ടുമടക്കി ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ല വെറുതെ നമ്മൾ പോയിരുന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറെ സാധനം മേടിക്കുന്നവരെ കൈക്ക് പൈസ ഉണ്ട്, പോകുന്നു, മേടിക്കുന്നു, വരുന്നു എന്ന് പറഞ്ഞ പോലെ അല്ല ഈ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഈ കാത്തിരുന്നാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം അത് എവിടെ, എന്താണ് അതിന് ശേഷം പറയുന്നത്? 7-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അതെ, ഇതൊന്നും നമുക്കുള്ളതല്ല. അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല, മറ്റവൻ പ്രാപിച്ചിട്ടില്ല, അവൻ വെറുതെ വരികയാണ്, അവൻ ജഡമാണ് എന്നൊന്നും നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ദരിദ്രനെയും കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കാലങ്ങളെയോ കാര്യങ്ങളൊന്നും നമ്മളല്ല ചിന്തിക്കേണ്ടത്. പിതാവ് ആർക്കൊക്കെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അത് അവർക്ക് തീർച്ചയായിട്ടും ദൈവം കൊടുക്കും. കാരണം നമ്മൾ ആരും ചിന്തിച്ചതല്ല, ജനിച്ചപ്പോൾ തൊട്ടേ ചിന്തിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇന്ന നിലയിലായിത്തീരുമെന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ കൂടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മെ എന്ത് ചെയ്യും? പ്രശസ്തനാക്കാൻ ദൈവത്തിന് കഴിയും. നമ്മൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പ്രശസ്തനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാം ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ തന്നെയാണെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം രുചിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിലും കൊടുക്കുന്ന ദൈവമാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഓടേണ്ട ഒരാവശ്യവും വരുന്നില്ല. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കർത്താവിന് അറിയാം. കാരണം എന്തുകൊണ്ടാ? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മയാണ്, അല്ലാതെ മൃഗത്തിനെ അല്ല സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ എന്ത് ചെയ്തു? ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തായി തീരണം എന്നുള്ളത്, നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. നമ്മൾ ഒരിക്കലും താഴ്ച പ്രാപിക്കത്തില്ല. എന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നമ്മള് സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ തന്നെ ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികൾ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശക്തി കിട്ടും. മനസ്സിലായോ? ഞാൻ ബലഹീനനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഒരു മോശയെ നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ഒരു മോശ ഉണ്ടല്ലോ. മോശ പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ എങ്ങനെ ഈ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരും എന്നൊക്കെ സംസാരിച്ച് ചോദിക്കുമ്പോൾ അവിടെ ദൈവം പറയാണ്, ഞാനാണ് നിന്നോട് കൽപ്പിക്കുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്ക് മേലെ വേറൊരുത്തനില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും, നീ അതുകൊണ്ട് കടന്നു പോവുക എന്ന് പറഞ്ഞ് ആ തടിച്ച നാവുള്ള മനുഷ്യനെ എന്ത് ചെയ്തു? ദൈവം എത്ര വർഷക്കാലം മരുഭൂമിയിൽ ഇട്ട് അവനെ മനുഷ്യനാക്കി മാറ്റി ഇസ്രായേൽ ജനത്തെ ഒരുക്കി അവരെ വിളിച്ച നിലവിളിയെ കേട്ട ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം എത്ര കാലമെടുത്തു. പകൽക്കാലം ഇതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ദൈവം പെട്ടെന്ന് കിട്ടുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് താമസിച്ചാലും അത് വരും, നിശ്ചയം. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് വരും, നിശ്ചയം. താമസിച്ചാൽ അത് വരിക തന്നെ ചെയ്യും. അത് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കാണും. ഒരിക്കൽ യാക്കോബ് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? യോസേപ്പിനെ കാണുമെന്ന് പോലും ചിന്തിച്ചില്ല, അല്ലേ? കാരണം അവരെ വിറ്റു, പൊട്ടക്കണ്ടിലിട്ടു, എന്നിട്ട് വിറ്റു. അവനെവിടെയാന്ന് പോലും അറിയത്തില്ല. എന്നാൽ പറഞ്ഞു, ഞാൻ നിന്നെ കാണുമെന്ന് പോലും ഞാൻ ഓർത്തില്ല, എന്നാൽ വിശ്വസിച്ചില്ല, എന്നാൽ നിന്റെ സന്തതിയെ കാണാൻ ഇടയായിത്തീർന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തി തരുന്ന ഒരു കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട്, അതുകൊണ്ടാണ് വേറൊരിടത്ത് പറയുന്നത്, ദാവീദ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതെന്ന്. ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ എന്തറിയോ? ലോകപ്രകാരമുള്ള ജീവിതമായിരിക്കും പിന്നെ നടക്കുന്നത്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങളൊന്ന് കേൾക്കണം. നമ്മുടെ കയ്യിൽ 10 രൂപ ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് തീർച്ചയായിട്ടും പറയാം, എന്റെ പൊന്ന് സഹോദരൻ, എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. നമ്മൾ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതിന് അവരോട് 4 ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ എന്തിനാ എന്നോട് ചോദിക്കുന്നെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ഇല്ല എന്നും ഉണ്ടെങ്കിൽ ഉണ്ടെന്നും മാത്രമേ നമ്മൾ പറയാവുള്ളൂ. എന്നാൽ നമുക്ക് ദൈവം എന്ത് ചെയ്യും? അനേക നന്മകളെ ദൈവം നൽകി തരും. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഉള്ളതുകൂടെ എടുത്തു കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദാനന്തുകളെ കുറിച്ച് പറയുമ്പോൾ അനേക ദാനന്തുകൾ ലഭിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്ന് കിട്ടിയവൻ എന്ത് ചെയ്ത്? കുഴിച്ചിട്ട്. കാരണം നഷ്ടപ്പെടുത്തി കളയാതെ അവർ ഉള്ളി ഭയങ്കര സേഫായിട്ടാണ് വെച്ചത്. എന്നാൽ
5 കിട്ടിയവൻ എന്ത് ചെയ്തു? 5 കൂടെ സമ്പാദിച്ചു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രേ ഉള്ളു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാരാ കാണുന്നത്? ദൈവം കാണുന്നുണ്ട്. എന്നാൽ എന്ത് പറയുന്നു? നിങ്ങൾ വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ സമൃദ്ധി വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ സമൃദ്ധിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്ത് ചെയ്യണം? നമ്മൾ കള്ളം ഒന്നും പറയാതെ ദൈവത്തിന്റെ വചനത്തോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുക. അപ്പോഴേ ദൈവം അതിനെ വർദ്ധിപ്പിച്ച് തരത്തുള്ളൂ. അടുത്തതായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയർത്തുന്ന ശക്തി ലഭിക്കുവോളം, ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പം ശക്തി എങ്ങനെ ലഭിക്കും, ധരിക്കും? ഇതെല്ലാം ചെയ്യുമ്പോ എന്ത് ചെയ്യണം? നമ്മൾ കാത്തിരിക്കണം. ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്, എവിടെ ഇന്ന് സങ്കീർത്തനത്തിലൂടെ പറഞ്ഞ് ഞാൻ പോലും ചിന്തിക്കാതെ ചില വിഷയങ്ങളാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മൾ ഓടി നടന്നാലും, നമ്മൾ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചാലും, അനേക സ്ഥലങ്ങളിൽ നമ്മൾ പാട്ടുപാടി കൊയർ നടത്തിയാലും, എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, ഇവിടെ എന്താണ്? ചിലത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഭയിൽ ഇരിക്കുക തന്നെ ചെയ്യണം. ദൈവസഭയിൽ ഇരുന്നാലേ ചിലത് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഓടി നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല, കുറെ കാശ് കിട്ടും, അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ അന്നു വേണ്ട എന്ന് പറഞ്ഞ പോലെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? അനേക നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിത്തരാൻ ഇടയായി തീരും. അതുകൊണ്ടാ പറഞ്ഞത്, എന്ത്? ശക്തി ധരിക്കുവോളോ നഗരത്തിൽ തന്നെ എന്ത് ചെയ്യണം? പാർക്കണം. ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നഗരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരും കൂടെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്ത് പറയുന്നത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ, ഹല്ലേലൂയ. അവര് അവിടെ എവിടെയും പോയില്ല. അവരെന്ത് ചെയ്തു? 120 പേരെന്നുള്ള ഒരു കണക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? 120 പേര് കൂടിയിരുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? അയച്ചു. അത് ഇറങ്ങി വന്നു, കാര്യസ്ഥൻ വന്നു. എന്തിനു വേണ്ടി? അവരുടെ ഭയം മാറി. യേശുവിനെ ക്രൂശിച്ചതുപോലെ ഞങ്ങളെയും പിടിച്ച് ഇവരെന്ത് ചെയ്യുമോ എന്നുള്ള പേടിച്ചിരുന്നപ്പോൾ അവിടെ ഇവിടെ നിങ്ങൾ ഓടി നടക്കണ്ട, ചിതറിപ്പോവണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? വാഗ്ദത്തത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. കാത്തിരുന്നപ്പോൾ അവർക്ക് ലഭിക്കാൻ ഇടയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഒന്ന് വായിച്ചാട്ടെ. 14-ന്റെ 16 ഒന്ന് വായിച്ചാട്ടെ. തരുന്ന സത്യാത്മാവാ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സത്യമുള്ളതാ കേട്ടോ. ചുമ്മാ കള്ളം പറയുന്ന, ഭോഷ്ക് പറയുന്ന അല്ല. പരിശുദ്ധാത്മാവ് ശക്തി സത്യമുള്ളതാണ്. അതിനെ എന്ത് തരുന്ന പറഞ്ഞിരിക്കുന്നത്? എന്നാൽ കാര്യസ്ഥൻ ഒന്ന് വായിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും, ഒരു ദിവസമല്ല. ഈ നമ്മള് പറയാറുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെ വിട്ടുവിട്ട് വരുന്ന ഒരു പരിപാടിയല്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് അവനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും ആരാധനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴും ഒരിക്കൽ വന്നിട്ട് തല കാണിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, പേരിനുള്ളതല്ല. ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അവനെ അവിടെ ദൈവം എന്ത് ചെയ്യും? ഇരുത്തത്തില്ല. ഇവന്റെ നേരെ ഏതൊരു ആയുധം ഉയർന്നാലും ആ ആയുധത്തിന് വെട്ടി താഴെ ഇടും.
അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, ദൈവത്തിന്റെ വചനമാണ്. ഞാനല്ല പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ പറയുന്നത്. അപ്പോൾ വരേണ്ട സ്ഥലത്ത് വരിക തന്നെ ചെയ്യും. കാരണം തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു വിഷയമുണ്ട് കേട്ടോ. തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർ നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? അവർക്ക് ആ ജില്ലയില് ആ കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് ആകട്ടെ, തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്താ, ഈ ജനത്തിന് വേണ്ടി ഈ ആളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് അത് കണ്ടിട്ടാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇത് അവരുടെ ആശയ്ക്ക് ഒത്തവണ്ണം ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കുകയും ചെയ്യും ഇതേ ജനം തന്നെ. അതുപോലെ ദൈവം എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുത്ത് നൽകി തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പരിശുദ്ധാത്മാവിനെ നൽകി തരുന്നത് അത് ഇതുപോലെ ഈ വിട്ടുവിട്ട് പോയി വരാൻ വേണ്ടിയിട്ടുള്ളതല്ല. കാര്യങ്ങൾ ദൈവപ്രവൃത്തിയെ അത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വായിച്ചാട്ട് അപ്പോസ്തല പ്രവൃത്തി 2:33. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം മതി. നമ്മള് അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് എന്ത് ചെയ്ത് വാങ്ങി തരികയാണ് ചെയ്യുന്നത് കേട്ടോ. വെറുതെ അല്ല. ഈ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് പോയി നിന്നിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മാവിനെ വാങ്ങിയാ തരുന്നത്. എന്റെ ഈ ജനത്തിന് കൊടുത്തേ പറ്റത്തുള്ളെന്ന്. അതുകൊണ്ട് അവർ തൃത്വത്തിന്റെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ എഴുതിയ ലേഖനം അതിന്റെ 4-ാമത്തെ അതിന്റെ 20-ാമത്തെ വാക്യമാണ്, 20-30 ഏതൊരു വാക്യമാണ് തോന്നുന്നു. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്ത് ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവമാണ് അത് നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ എന്ത് ചെയ്യണം? നാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മെ നിന്ദിക്കുന്നവർ പലരും ഉണ്ടായിരിക്കാം, നമ്മെ ദുഷിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാ ഈ ദൈവത്തിന്റെ ദാസന്മാരെ ഉപദ്രവിക്കുമ്പോൾ അവര് ആരും പ്രതികരിക്കാത്തത്? അവർക്ക് പ്രതികരിക്കാനായിട്ട് ജഡമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ശരീരം ഇല്ലാഞ്ഞിട്ടല്ല. അവരെന്തുകൊണ്ടാ അത് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാരണം എന്തുകൊണ്ടാ? അവരുടെ മേൽ അഭിഷേകം ദൈവം കൊടുത്തിരിക്കുകയാണ്, സഹിക്കാനുള്ള അഭിഷേകം കൊടുത്തിരിക്കുകയാണ്. അതിനെ കണ്ടിട്ട് മറ്റുള്ളവർ വിചാരിക്കും, ഓ ഇവരിങ്ങനെ അല്ലേലിയ പറഞ്ഞ് പാടി നടക്കത്തേ ഉള്ളൂ, ഇവരെ എന്ത് വേണേലും ചെയ്യാമെന്നുള്ള. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നവർ ഓർത്തോണം, എന്നാൽ ദൈവം അവരെ നോട്ടമിട്ടാ വച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ പാപം വരുത്തി വെക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധികാരം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോഴാണ് എന്താണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നെ രക്ഷിച്ച് എന്നെ വീണ്ടെടുത്ത് എന്നെ സഭയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മിണ്ടാതെ ഇരിക്കും. മിണ്ടാതെ ഇരുന്ന് ദൈവമെന്ന് അറിയാൻ പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യങ്ങൾക്കാ. വെറുതെ ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് മിണ്ടാതെ ഇരുന്ന് ദൈവമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞിരിക്കുക. കാരണം പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്, നമുക്കുള്ളതല്ലെന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധികാരത്തിന്റെ 12-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എന്താണ് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ്. ചില ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലൊക്കെ കടന്നു വന്നിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, ഞാൻ ഒരു വിഷയമെടുത്ത് ചിന്തിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വേറൊരു ആംഗിളിലേക്കാണ് എന്നെ വിട്ടതെന്ന്. ഇതുപോലെ നമ്മൾ പറയേണ്ടത് എന്താണ് ഈ ജനത്തിന്റെ ആഗ്രഹം എന്നുള്ള താല്പര്യം എന്നുള്ളത് സകല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്ത് ചെയ്യുന്നു? അവരോട് ഉദ്യമിച്ചു കൊടുക്കുകയാണ്.
ഈ സമയത്തേക്ക് അവരെന്ത് ചെയ്യുന്നു? ആ രീതിയിലേക്ക് ദൈവത്തിന്റെ വചനത്തിനെ നമുക്ക് നൽകി തരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യും? അന്യായ ബന്ധനങ്ങൾ അഴിയുകയും അമ്മിക്കയറുകൾ പൊട്ടുകയും അതുപോലെ തന്നെ വിടുവിക്കപ്പെടേണ്ടവരെ വിടുവിക്കപ്പെടുകയും കഷ്ടതയിൽ ഇരിക്കുന്നവന് അന്നേരമായിരിക്കും വലിയൊരു വിടുതൽ കിട്ടുന്നത്. എവിടുന്നാ വരുന്നു നാം അറിയാതെ ഇരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു ശക്തി ഇറങ്ങി വരുന്നു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അവരുടെ പാപങ്ങൾ നിങ്ങൾക്ക് മോചിക്കുന്നുവോ? ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? അവിടെ മേൽ ഊതി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ, ഈ പാവം നിറഞ്ഞ ഒരു കൂട്ടം വലിയ ജനമാണ് അവിടെ ഉള്ളത്. അവൻ മാനസാന്തരപ്പെടാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? ഊതിയപ്പോൾ എന്ത് ചെയ്തു എന്നറിയാം? അവരുടെ പാവങ്ങളെ അവർ ഏറ്റു പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്ത് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. യോഹന്നാനെ സ്നാപക യോഹന്നാൻ എന്ത് ചെയ്തു? സർപ്പസന്തതികളെ വരുവാനുള്ള ദൈവകോപത്തെ വിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കൂട്ടം ജനമാണ് ഇറങ്ങിച്ചെന്നത്. ഒറ്റ പ്രസംഗത്തിൽ പത്രോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ എത്ര പേരാ? 3000 പേരാണ് സ്നാനപ്പെടാനിടയായി തീർന്നത്. ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ കടന്നു വരുന്നെങ്കിൽ നമുക്ക് സമയം ഒരു വിഷയമല്ല. നമ്മുടെ സമയം രാവിലെ ആരാധിക്കാം, ഉച്ചയ്ക്ക് ആരാധിക്കാം, വൈകിട്ട് ആരാധിക്കാം, രാത്രിയിൽ ആരാധിക്കാം. കാരണം എന്തുകൊണ്ടെന്നാൽ നാം ജീവിക്കുന്ന ഈ ദേശം നമുക്ക് ആർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയം എടുത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് രാവിലെ തന്നെ ആരാധന വേണമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. നമുക്ക് ഇവിടുത്തെ സമയങ്ങൾ, നമ്മുടെ ഹോള്, നമ്മുടെ ആരാധിക്കുന്ന സ്ഥലം, നമുക്ക് എല്ലാം, നമ്മുടെ ജോലി, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് പ്രതികൂലമായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. എന്നാൽ ആ പ്രതികൂലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്നിട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ദാസനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തെ നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ ദേശത്തുണ്ടായിരുന്നവർ അവർ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇവരാരാണ്? ഇവർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഗലീലയക്കാരല്ലയോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ ഓരോ ദേശക്കാരനെ കുറിച്ചൊക്കെ അവിടെ പറയുവാൻ ഇടയായി തീരുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സകലതും മാറി അവർ ഹല്ലേലൂയ സ്തോത്രം ഓരോ ദേശക്കാരുടെ ഭാഷകളിലേക്ക് അവർ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, സഭയുടെ മൂപ്പനായ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ഭയപ്പെടണ്ട, ഇതൊന്നും കണ്ട് നിങ്ങൾ ചിന്തിച്ച് സ്തോത്രം വ്യാകുലപ്പെടണ്ട. കാരണം യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഹല്ലേലൂയ സ്തോത്രം അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും എന്ന് ഹല്ലേലൂയ സ്തോത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അന്യഭാഷകളിലെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം ആരാധിച്ച് മഹത്വപ്പെടുത്തിയത് കണ്ടു നിന്നവർ ഹല്ലേലൂയ സ്തോത്രം അവർ ആശ്ചര്യപ്പെടുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മോട് ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ സ്തോത്രം നാം മറ്റുള്ളവരുടെ ഭാഷകളിലൊക്കെ സംസാരിക്കുന്നത് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സഭ എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്തൊക്കെയാണ് ഹല്ലേലൂയ സ്തോത്രം
ഹാലലൂയ. സങ്കീർത്തന ധ്യാനമുണ്ട്, പ്രബോധനമുണ്ട്, ദൈവവചനമുണ്ട്, ആരാധനയുണ്ട്. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, ആത്മശക്തിയുടെ വ്യാപാര ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം ഹാലലൂയ സ്തോത്രം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ, ഈ പകൽക്കാലം ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ഹാലലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് ഈ പകൽക്കാലം നമ്മെ കേൾപ്പിച്ചു, ദൈവവചനത്തിലൂടെ നമ്മെ നടത്തി. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ. ഹാലലൂയ, വരും ദിവസങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഹാലലൂയ സ്തോത്രം അവന്റെ വാക്കുതത്വത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ഹാലലൂയ സ്തോത്രം. ഏത് വിധത്തിലാണ് ഹാലലൂയ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമെന്ന് ദൈവവചനത്തിലൂടെ നാം കേട്ടു. ഹാലലൂയ, അവൻ ഊതിയപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, സത്യത്തിന്റെ ആത്മാവായിട്ട് വന്നു. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ, കാര്യസ്ഥനായിട്ട് വന്നു. പരിശുദ്ധാത്മാവ് ഏത് വിധത്തിലാണ് കടന്നു വരുന്നെന്നുള്ള നാം ഓരോരുത്തരും ചിന്തിക്കണം. ഒരേ രീതിയിലല്ല പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി. ഹാലലൂയ സ്തോത്രം. അത് വിവിധ തരത്തിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. നാവ് വഴങ്ങാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുമ്പിൽ എന്റെ നാവ് ദൈവത്തിന്റെ നാവ് പോലെ ആയിരിക്കണമെന്ന്, സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലെ ആയിരിക്കണമെന്ന് ഹാലലൂയ 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹാലലൂയ സ്തോത്രം. ഹാലലൂയ, നാം ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിനെയും ശരീരത്തെയും ദേഹം, ദേഹി, ആത്മാവിനെ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട് അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹാലലൂയ ഇടപെടുന്നത്. ഹാലലൂയ സ്തോത്രം. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമം ഞങ്ങളോട് എന്ത് ചെയ്യണം? മഹത്വം എടുക്കണം. ഹാലലൂയ.